നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇവിടെ BJP തിരുവനന്തപുരത്ത് കേരളത്തിലെ BJP ഘടകത്തിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ്, തീവട്ടി കൊള്ളയെക്കുറിച്ച് നമ്മൾ പുറത്തുവിട്ട വാർത്ത എല്ലാവരും എല്ലാ ചാനലുകളും ഒക്കെ ഏറ്റെടുത്തു, സത്യസന്ധമാണെന്ന് പറഞ്ഞ് മനസ്സിലായി. ഇപ്പോ ആ വാർത്തയുടെ വിവിധ വശങ്ങൾ വിവിധ ഫോൺ അതുമായി ബന്ധപ്പെട്ട് നടന്ന പല തട്ടിപ്പുകളും പുറത്തു വന്നുകൊണ്ട് ശബ്ദ സന്ദേശങ്ങൾ, മറ്റു രേഖകൾ, ചിത്രങ്ങൾ, GST നമ്പർ ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പ് ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പണം നിറച്ച ബാഗുകൾ, ഹവാല ബാഗുകൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം അത് പക്ഷേ ആ വിഷയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, അതിനെ BJP അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ BJP അതിനെ എങ്ങനെ നോക്കുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ മറുപടി? പിന്നെ BJPക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു വാർത്തകൾ വരുമ്പോൾ അവരെങ്ങനെ നോക്കിക്കാണുന്നു, ഇതൊക്കെ വളരെ BJPയുടെ തന്നെ സ്റ്റാൻഡ് അത് ശരിക്കും മനസ്സിലാകുന്നില്ല, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു വാർത്താക്കുറിപ്പുണ്ട്, പറയാതെ വയ്യ. അനവസരത്തിലാണെന്ന് ഞാൻ ആദ്യമേ പറയാം. കാരണം അങ്ങനൊരു പ്രസ്താവന നടത്തുക. കാരണം BJPയെ, നമ്മുടെ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയെ അപമാനിച്ച അദ്ദേഹത്തിന് മന്നം സമാധിക്കരികിൽ, സമാധിയായതുകൊണ്ടല്ല അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയത്, മന്നം കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുവാദം ചോദിച്ചിട്ട് നിഷേധിച്ച് ആ വാതിൽ കൊട്ടിയടച്ചു. ഇറങ്ങാനുള്ള അനുവാദം കൊടുത്തു. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതിയും കൊടുത്തില്ല. അല്ല, സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള അനുമതിയും കൊടുത്തില്ല. ഒരു BJP നേതാവ് അങ്ങോട്ട് വരണ്ടെന്ന് പറയും. BJP നേതാവല്ല, നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. അതെ, അദ്ദേഹത്തിന് പോലും അവസരം നിഷേധിച്ചു. അല്ല, അതിനെക്കുറിച്ച് NSSഉം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച്. പക്ഷെ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പിഴവുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം NSS ഇറക്കിയ പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ആനന്ദ് ബോസ് അവിടെ പോയി, അപ്പോൾ ജനറൽ സെക്രട്ടറി നേരിട്ട് വന്ന് സ്വീകരിച്ച് അദ്ദേഹത്തെ അകത്ത് കൊണ്ടുപോയി ചായയും മറ്റുമൊക്കെ കൊടുത്ത്, ഉപഹാരമൊക്കെ കൊടുത്ത്, തിരിച്ച് അദ്ദേഹത്തിനെ കാറിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് വിട്ടു. അദ്ദേഹത്തിന് മന്നം സമാധി സന്ദർശിക്കണം എന്നൊരാവശ്യം അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് NSS. അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചില്ല. മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മന്നം സമാധി തുറന്നു കൊടുത്ത് അവിടെ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയേനെ. എന്നിട്ട് അവരതിന് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, പണ്ട് സുരേഷ് ഗോപി ഒരിക്കൽ അവിടെ ചെന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം സുകുമാരൻ നായരെ കാണാൻ വേണ്ടി, ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി പോയി. അതാരോ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതാണ്. അവിടെ ഈ NSSന്റെ പ്രതിനിധി സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്, യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്, ബജറ്റ് സമ്മേളനമാണ്. അപ്പോൾ ആ സമയത്ത് സുരേഷ് ഗോപി കടന്നു വന്നപ്പം ഈ ജനറൽ സെക്രട്ടറി ആകെ വയലൻ്റായി, പ്രകോപിതനായി. അങ്ങനെയാണ് അദ്ദേഹം പുറത്തിറങ്ങാൻ പറഞ്ഞതും, ഇവിടെ ഈ രാഷ്ട്രീയവും കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞതും. അത് നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, അന്ന് സുരേഷ് ഗോപിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ ആരുടെയും അനുവാദം വേണ്ടിയിരുന്നില്ല. ഞങ്ങൾ പിന്നെ ആനന്ദ് ബോസിനെയും ഉപരാഷ്ട്രപതിയെയൊക്കെ തടയുന്നത് എന്തിനാണ്? ഉപരാഷ്ട്രപതി വന്നപ്പോൾ അദ്ദേഹം വരുന്നതിൻ്റെ തൊട്ട് തലേദിവസം ഉച്ചയ്ക്കാണ് ഈ ഉപരാഷ്ട്രപതി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ വരും എന്ന് പറഞ്ഞു. അതിനു മുമ്പൊരിക്കൽ അദ്ദേഹം അവിടെ വന്നിരുന്നു. അന്ന് ജനറൽ സെക്രട്ടറിയെ കണ്ടു, വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്, ഉപഹാരമൊക്കെ സമർപ്പിച്ചു. മുമ്പ് പരിചയമുള്ള ആളാണ്, അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു അപ്രിയവും ഞങ്ങൾക്കുണ്ടായില്ല. ഞങ്ങൾ അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നൊക്കെയാണ് NSSന്റെ ഔദ്യോഗികമായ വെർഷൻ തന്നെ. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്, നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ പേരിൽ വന്നിരിക്കുന്നതാണ്. ഇരിക്കട്ടെ, ഞാനും അതിൻ്റെ ഒരു യുക്തിയാണ് ചോദിക്കുന്നത്, യുക്തിയാണ് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത്. ഈ അവർ നിഷേധിച്ചത് ഈ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന നടത്താൻ പറ്റില്ല. അങ്ങനെ ഡോഗ് സ്ക്വാഡിന് അവിടെ കയറാൻ ഞങ്ങൾ അനുവദിച്ചില്ല. അത് ഉപരാഷ്ട്രപതിക്കും അവിടെ പ്രവേശനത്തിന് വിഘാതമായി. ഇതൊരു വാസ്തവം. പക്ഷെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉപരാഷ്ട്രപതിയൊക്കെ വരുന്നത് എന്തായാലും ഇന്നലെ തീരുമാനിച്ച് ഇന്ന് വരുന്നതല്ലല്ലോ. കുറച്ചുകൂടെ മുമ്പേ സമയം കുറച്ചുകൂടെ മുൻകൂട്ടി അറിയിച്ച്, പ്രത്യേകിച്ചും കേരളത്തിൽ BJP നേതൃത്വം ഇതൊക്കെ അറിയില്ലേ? അപ്പോൾ നേതൃത്വം നമ്മളാണ് സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അകന്ന ബന്ധു ദൂരെ നിന്ന് വരികയാണ്,
നമുക്കൊന്ന് ശിവഗിരി വരെ പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് പെരുന്നയിലൊന്ന് പോകാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അയ്യങ്കാളിയുടെ സമാധിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ മുൻകൂട്ടി അവിടെ ഒന്ന് അറിയിച്ച് അവരോട് പറയും, ഇങ്ങനെ എൻ്റെ ഒരു ബന്ധു അദ്ദേഹം വിദേശത്തായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. നമ്മൾ ശിവഗിരിയിലും പെരുന്നയിലും ഒക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞ അനുവാദം വാങ്ങില്ലേ? സത്യത്തിൽ BJP ചെയ്യേണ്ടിയിരുന്നു അതല്ലേ? ഉപരാഷ്ട്രപതി വരുന്നുണ്ട്, അത് അങ്ങ് വേണ്ട രീതിയിൽ അതിനുള്ള അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ഏത് സംഘടനയാണ് മടി കാണിക്കുക? എൻ്റെ ഒരു സ്വാഭാവിക ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, NSSൻ്റെ ഭാഗത്തും വീഴ്ചകൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം അവർ ഈ പറയുന്നത് പോലെ അവിടെ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ശരി, അതിന് മറ്റെന്തെങ്കിലും ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാമല്ലോ, മറ്റൊരു പരിഹാരം കണ്ടെത്താം. എൻ്റെ ഒരു സംശയം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇതുപോലെ ഉപരാഷ്ട്രപതി വരുന്നു. കേരള പോലീസിനുണ്ട് ഡോഗ് സ്ക്വാഡ്. കേരള പോലീസ് ഈ ഡോഗ് സ്ക്വാഡിനെയും കൊണ്ട് അതിനകത്ത് കയറും? പോകില്ല. അപ്പൊ അതുപോലെ പരിപാവനമായൊരു സ്ഥലമാണ് പറഞ്ഞാൽ അവരവിടെയും ചെയ്യില്ല. പോട്ടെ, നമ്മുടെ ഭീമാപ്പള്ളിയിലേക്ക് ഉപരാഷ്ട്രപതി പോകുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞു, വെട്ടുകാട് പള്ളിയിൽ അവിടുത്തെ ഭീമാപ്പള്ളിയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ പുരോഹിതൻ അല്ലെങ്കിൽ ഇമാം അല്ലെങ്കിൽ വെട്ടുകാട് പള്ളിയിലെ വൈദികൻ ഫാദർ പറയുകയാണ്, ഇന്ന ആൾക്കാരെയാണ് അവിടെ കയറരുത്, അല്ലെങ്കിൽ ഇന്ന ഭീമപ്പള്ളിയിലെ അമ്മയുടെയും മകൻ്റെയും ഖബറുണ്ടല്ലോ, അതിൻ്റെ അങ്ങോട്ടൊന്നും പോകരുത്, കാരണം അത് പരിപാവനമായ സ്ഥലമാണെന്ന് ഒരു മലയാളത്തിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇവർ കയറില്ല. അപ്പൊ പിന്നെ ഈ മുൻകൂട്ടി അങ്ങ് ഇങ്ങനെ ഈ മുൻധാരണകൾ വെച്ച് മുൻധാരണകളല്ല. പണ്ടും നമുക്കറിയാം, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മന്നം സമാധി ഷൂസ് ഇട്ട് കയറി എന്ന് പറഞ്ഞാൽ അന്നത് വലിയ വിവാദമായി. NSS അത് ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. ഷൂസ് ഇട്ട് കയറിയ ഉദ്യോഗസ്ഥരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, NSSൻ്റെ ഭാഗത്തും BJPയുടെ ഭാഗത്തും ഒരുപോലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ കാര്യങ്ങൾ മുൻകൂട്ടി ധരിപ്പിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണതേ നമ്മൾ ഇപ്പം ഞാൻ രാജേഷ് ജി അടുത്തത് ഇന്നത് പറയും അല്ലെങ്കിൽ ഇന്നത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ ഒരു യുവാവ് ബസ്സിൽ ആത്മഹത്യ ചെയ്തൊരു വാർത്ത കുറെ കഴിഞ്ഞ് കെട്ടടങ്ങി. ഒരു യുവതിയെ ആ യുവാവ് അകാരണമേ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ യുവതി സ്പർശിച്ചതിന് പ്രതികരിക്കുകയല്ല, എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട രീതി സ്പർശിച്ചു. ആ യുവതി റീലെടുക്കുകയാണ്, അവരത് പോസ്റ്റ് ചെയ്തു. ആ വിഷമത്തിലാണ് യുവാവ് ജീവൻ വെടിഞ്ഞത്. ഇത് എനിക്കും ചോദിക്കാനുള്ളത് തന്നെയാണ്, ഈ യുവാവിനെ തടയുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ മാറി നിൽക്കുകയാണോ വേണ്ടത്, അതോ വീഡിയോ എടുത്ത് ദൃശ്യങ്ങൾ വൈറലാക്കിയ ശേഷം അതുപോലെയല്ലേ സുകുമാരൻ നായരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ലേ അന്ന്? ഈ സുകുമാരൻ നായരായാലും നാരായണ പണിക്കരായാലും ഇനിയിപ്പോ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായരെയും നാരായണ പണിക്കരും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. അല്ല, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, ആനയും ആടും തമ്മിൽ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇവര്, അതായത് ജനറൽ സെക്രട്ടറി ആരായിരുന്നാലും ശരി, ഈ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു കാര്യം അതിവിടെ പറ്റില്ല കേട്ടോ, അയ്യോ അതിവിടെ സാധിക്കില്ല എന്ന് പറയാൻ അവരും തയ്യാറാകണം. അല്ലാതെ അവർ ആ സമയമാവുമ്പോൾ കയറിയിട്ട് അവർ പെട്ടെന്ന് പ്രകോപിതരാകുകയല്ല വേണ്ടത്. അതൊരു തരം എന്താ പറയുക, ഒരു തരം മാടമ്പിത്തരമാണ്. അതിന് പകരം കുറച്ചുകൂടെ, നമ്മളൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ പരിഷ്കാരം നമ്മൾ കാണിക്കണം. ഈ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട വാക്കല്ല. പിന്നെ ഈ ഉപരാഷ്ട്രപതി കേരളത്തിലേക്ക് വരുന്നതിൽ ഒരു നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിന് പ്രോട്ടോകോൾ ഡിപ്പാർട്ട്മെന്റിന് തീർച്ചയായിട്ടും ഒരു ഇതുണ്ട്. പിന്നെ ഇതുപോലുള്ള സാമുദായിക സംഘടനകളുടെ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ BJP ഘടകം തന്നെയാണ്. BJP അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രോട്ടോകോൾ ഓഫീസറിനേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ഔദ്യോഗിക പരിപാടിയല്ല, BJP ആണ്. ഞാൻ അതിലേക്കാണ്. ഔദ്യോഗിക പരിപാടിയല്ല, ഔദ്യോഗികമാകുമ്പോൾ അതിനുള്ള സമയം അത് തീർച്ചയായിട്ടും BJPയുടെ ചുമതലയിലാണ്. എവിടെയൊക്കെ പോകണം, ഇപ്പൊ പെരുന്നേൽ ചെല്ലുന്നു, അവിടെ എത്ര സമയം ചെലവഴിക്കണം, എവിടെയൊക്കെ പോകണം, ആരെയൊക്കെ കാണണം, അതൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ BJP ഏറ്റെടുത്ത് അവരായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതവർ കൃത്യമായി ചെയ്തില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ ഡൽഹിയിൽ മന്നത്താചാര്യൻ്റെ പേരിൽ ഒരു വലിയ മന്നം സെൻ്ററൊക്കെ തുടങ്ങി, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. CP രാധാകൃഷ്ണൻ, ആനന്ദ് ബോസ് തുടങ്ങിയവരെല്ലാം ഒത്തുചേർന്ന്
അത് വളരെ മനോഹരമായി മാറ്റി. അതെ, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം പകരം വീട്ടലാണ്. നിങ്ങൾ അവിടെ എനിക്ക് അവസരം തന്നില്ല, ഞാനിവിടെ അത് ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇരിക്കട്ടെ, ആ വിഷയത്തിൽ ഈ NSS നേതൃത്വത്തിനെതിരെ തലങ്ങും വിലങ്ങും, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റാക്ക് നടക്കുന്നു. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇത് BJP നേതൃത്വം ഇപ്പോൾ ആ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എത്ര ശരിയാണ് എന്ന് ചിന്തിച്ചു നോക്കണം. ഈ തിരുവനന്തപുരം സ്വദേശിയായ ശശിധരൻ നായരുടെ മകൻ BS രാജേഷ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ അത് കുറച്ച് സർക്കിളിലേക്ക് ഇറങ്ങുള്ളൂ. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ G. സുകുമാരൻ നായർ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായം പറഞ്ഞാൽ അതൊരു സമുദായത്തെയോ സംഘടനയോ റെപ്രസെന്റ് ചെയ്ത് പറയുന്നതാണ്. അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞ ഇതിന്റെ വ്യക്തിപരമായ വാക്കുകളാണെന്ന് പറഞ്ഞു. ആ പറയുന്നതിന് വേറൊരു ലെവലുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? BJP സംസ്ഥാന നേതൃത്വത്തിന് NSSുമായിട്ട് അലോഹ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം, 2 വാക്കുകൾ. കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന, NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ BJP ഈ തരത്തിൽ ചിലർ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ സത്യവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ്. അപ്പോൾ വാർത്ത വന്നതിലാണ് വിഷമം. അതെ, അങ്ങനെ വാർത്ത വരാൻ പാടില്ല. ഇതാണ് ചൈനയാണ്, അവിടെ ഏകാധിപത്യമാണ് നടക്കുന്നത്. അപ്പോൾ വാർത്ത BJPക്കെതിരെ പോളണ്ടിനെതിരെ മിണ്ടരുതെന്ന് പറഞ്ഞില്ല, അതേപോലെ BJPക്കെതിരെ മിണ്ടരുത്. അതാണ് ചൊടിപ്പിച്ചത്. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാലത്തും BJP ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഇടപെടാൻ സാധിക്കില്ല. അങ്ങോട്ട് ചൂലെടുക്കും. ഹിന്ദു സമുദായത്തിലെ സുശക്തമായ സമുദായ സംഘടന നിലയിൽ NSSനെയും ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെയും BJP ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല രാജേഷ് ജി, തിരുവനന്തപുരത്ത് നിന്ന് ഇനിയും ലോക്സഭ മത്സരിക്കണം, ലോക്സഭയിലേക്ക്. അതാണ് അതിന്റെ കാരണം. അത് വളരെ ലളിതമാണ്. അതായിക്കോട്ടെ, അത് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ രണ്ടാമത്തെ സഹായിച്ചില്ലല്ലോ. ഈ G. സുകുമാരൻ നായരും അദ്ദേഹത്തിന്റെ സംഘടനയും തിരുവനന്തപുരത്ത് നായന്മാരും സഹായിച്ചിരുന്നെങ്കിൽ രാജേഷ് ജിക്ക് തോന്നുന്നുണ്ടോ സഹായിച്ചാൽ BJP ജയിക്കുമോ? ഞാനൊരു ചെറിയൊരു ഒരു തർക്കം പറയുകയാണ്. അതായത് പണ്ട് നമ്മുടെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നല്ലോ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 60% കൂടുതൽ നായർ വോട്ടും NSSന് വലിയ സ്വാധീനമുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അന്ന് VK പ്രശാന്ത് നായർ സമുദായ അംഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മത്സരിച്ചു. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എൻ്റെ സ്വന്തം ആളാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഫലം വന്നപ്പോൾ എന്തായിരുന്നു? സ്വന്തം സ്ഥാനാർത്ഥി 8 നിലയെ പൊട്ടി. നമ്മൾ അപ്പോഴേ മനസ്സിലാക്കണ്ടേ, സുകുമാരൻ നായർ ഈ സമദൂരവും കൊണ്ട് നടക്കുന്ന, സമദൂരം വന്ന പഴയ ബ്രോഡ്ഗേജ് ട്രെയിനിന്റെ എഞ്ചിനും കൊണ്ട് നടക്കുന്ന സുകുമാരൻ നായർ ആരെങ്കിലും എന്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആളിന്റെ കാര്യം കാര്യം നാക്കാണ്, തീർന്നു. അപ്പോൾ അന്ന് അവിടെ VK പ്രശാന്ത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പ്രശാന്ത് വിജയം ആവർത്തിച്ചു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സുകുമാരൻ നായർക്ക് എത്ര സ്വാധീനമുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വാധീനമാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് ഡൽഹിക്ക് പോകാൻ കഴിയും എന്നുള്ളത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഇപ്പോഴേ വീണ്ടും ഇറങ്ങി അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരെ നമ്പിയാൽ ഞാനത് പൂരിപ്പിക്കുന്നില്ല. ഇവിടെ വിഷയം അതാണ്. ഒന്ന്, എൻ്റെ കരുത്ത് ഞാൻ തിരിച്ചറിയണം. ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റാണ്, അല്ലേ? ഞാൻ NSSൻ്റെ വിഷയത്തിൽ എന്താണോ അഭിപ്രായം പറയേണ്ടത് ആ അഭിപ്രായമാണ് പറയേണ്ടത്. അതവിടെ നോക്കൂ, പണ്ട് പിണറായി വിജയൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. VS സർക്കാരിൻ്റെ കാലത്ത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അന്ന് നായർ മഹാശക്തി പ്രകടനം നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പിണറായി വിജയൻ പറഞ്ഞു, CPMനെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ NSS വരണ്ട എന്നായിരുന്നു. ഈ നായർ മഹാശക്തി പ്രകടനത്തിൻ്റെ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് NSS പത്രസമ്മേളനം വിളിച്ചിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ആ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ പത്രക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇലക്ഷനിൽ ആരെ പിന്തുണയ്ക്കും? കോൺഗ്രസ് UDFൻ്റെ കൂടെയാണോ? അല്ല. LDFൻ്റെ കൂടെയാണോ? അല്ല. BJPയെ പിന്തുണയ്ക്കും. എന്നാൽ പിന്നെ BJP പിന്തുണയ്ക്കുമോ? ഒട്ടുമില്ല എന്നാണ് അദ്ദേഹം അന്ന് നാരായണ പണിക്കർ ആണ് ജനറൽ സെക്രട്ടറി, G. സുകുമാരൻ നായർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞ മറുപടി ഇതാണ്,
അപ്പോൾ ഞാൻ അവിടെ പത്രസമ്മേളനത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചു. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. അതായത് NSS ഓലപ്പാമ്പ് കാണിച്ച് CPMനെ ഭയപ്പെടുത്താൻ വരണ്ട എന്നാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതെന്ന്. അപ്പോൾ അന്ന് NSS അപ്പം തന്നെ അവർ ശക്തമായിട്ട് പ്രതികരിച്ചു. പറഞ്ഞു NSS ഓലപ്പാമ്പല്ല, വിഷമുള്ള പാമ്പാണ്, ചവിട്ടിയാൽ കടിക്കുന്ന പാമ്പാണ്, അത് ഇലക്ഷൻ കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും, ആർക്ക്, LDFന് മനസ്സിലാവും എന്ന് പറഞ്ഞു. അന്നത്തെ ചാനലുകളുടെ പ്രൈം ടൈം ചർച്ച ആ വിഷയമായിരുന്നു. ഇത് 2009 ഇലക്ഷന് മുമ്പ് നടന്നതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏതാണ്ട് 1.5 മാസം മുമ്പ് നടന്ന 2009 ആദ്യം നായർ മഹാശക്തി പ്രകടനത്തിന് മുന്നോടിയായിട്ട് നടന്ന സംഭവം. ഇത് ഇത്തരത്തിൽ ബോൾഡായിട്ട് അഭിപ്രായം പറയാൻ അന്ന് പിണറായി വിജയൻ തയ്യാറായി. BJP ഈ കാര്യത്തിൽ ഇതുപോലെ ബോൾഡായിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. അതിന് പകരം ഇങ്ങനെ അഴകുഴമ്പൻ മറുപടി പറയുമ്പോൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സുകുമാരൻ നായരെ എതിർത്തുകൊണ്ട് എന്തെല്ലാം പോസ്റ്റുകൾ ഇടുന്നോ അവരെല്ലാം രാജീവ് ചന്ദ്രശേഖരനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ്. രാജീവ് ചന്ദ്രശേഖരനും വലിയ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. ജയിലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് പോക്കറ്റിലിട്ടു എന്ന് പറയുന്നത് പോലെയായി. ഇതാണ് NSSന്റെ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് സത്യത്തിൽ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടെടുക്കാം. BJPക്കാണ് നമ്മുടെ കേരളത്തിൽ എത്ര ഹൈന്ദവ സമൂഹത്തിൽ എത്ര ജാതികളുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് കണക്കെടുത്ത് പട്ടിക തിരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി ഇതിലെത്ര അങ്ങനെ പോകുന്നത്. ഇപ്പം പറഞ്ഞല്ലോ, എനിക്ക് ബഹുമാനമാണ്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ നായർ സമുദായ തലവനോട് എന്ന് അവകാശപ്പെടുന്ന സുകുമാരൻ നായരോട് പറഞ്ഞു. ഈഴവന്മാർ, മറ്റ് വിഭാഗക്കാർ, ഇവരൊക്കെ ചുമ്മാതിരിക്കും. തീർച്ചയായും അവര് ശത്രുക്കളാവല്ലേ? അല്ല, അതാണ് അവര് നായർ സമുദായത്തിന് മുന്നിൽ മുട്ടുകുത്തി എന്ന്. അല്ല, ആ രാഷ്ട്രീയം BJPക്ക് മനസ്സിലായിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന് ഒട്ടുമേ അറിയില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വാസ്തവത്തിൽ നമുക്ക് BJPയിൽ എത്രയോ പ്രഗത്ഭരായ ആൾക്കാരിരുന്നതാണ്. നോക്കൂ, V മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, K സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സംസ്ഥാന പ്രസിഡന്റായിരുന്നു, CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, KG മാരാർ തുടങ്ങി രാമൻപിള്ള, ഇങ്ങനെ ഒരുപാട് പേരിരുന്നതാണ്. ഇവരൊന്നും NSSുമായിട്ടോ SNDPയുമായിട്ടോ മറ്റ് സമുദായ സംഘടനകളുമായിട്ടോ ഒരു ഒരസൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ ഇത് ഉണ്ടാകുന്നതിൻ്റെ ഒരു പങ്ക് BJPക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? അവർ ഔട്ട്റീച്ച് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്താൻ പോകുന്ന BJPക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് മനോഹരമായിട്ട് നടത്താൻ കഴിയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു ഹിന്ദു ഔട്ട്റീച്ച്, ഒരു നായർ ഔട്ട്റീച്ച്, ഒരു ഈഴവ ഔട്ട്റീച്ച് നടത്താൻ കഴിയുന്നില്ല? അതിന് വേറൊരു പദം പറയും, പക്ഷെ അതിവിടെ സഭ്യമായ രീതി ഇവിടെ പറയാനുള്ള വേറെ പകരം വാക്കില്ല. അതായത് ഒരിടത്ത് നമ്മൾ നിൽക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് നോക്കി കൊതിക്കരുത്. ശരി, നമുക്ക് മേലോട്ട് കൊതിക്കാം, പക്ഷേ 2 ദ്വീപിൽ നിൽക്കുമ്പോൾ. എന്നിട്ട് ഈ ഔട്ട്റീച്ച് ഒക്കെ നടത്തിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? നാണം കെട്ടില്ലേ? അപ്പോൾ അതാണ് BJPയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ചെയ്യേണ്ട കാര്യം. ഇത് പ്രവർത്തനങ്ങളിലെ സ്വീകരിക്കുന്ന നിലപാടുകളിലെ പാളിച്ച മനസ്സിലാക്കി അത് തിരുത്തി എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ. NSSുമായിട്ട് വഴക്കിന് പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. NSSുമായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഒരു സമുദായ സംഘടനയാണ്, അവരെ നിസ്സാരമായിട്ട് കാണരുത്. സുകുമാരൻ നായരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ BJPയുടെ അണികൾക്ക് ചീത്ത വിളിക്കാം, പക്ഷേ അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ വില കുറച്ച് കാണരുത്, വെള്ളാപ്പള്ളി നടേശനെ വില കുറച്ച് കാണരുത്. അതുപോലെ KPMSൻ്റെയും നാടാർ മഹാജന സഭയുടെയും വിശ്വകർമ്മ സഭയുടെയും ഒക്കെ നേതാക്കളെ വില കുറച്ച് കാണരുത്. അവരെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവരെ കാണുകയും അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുകയും വേണം. അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ അതൊക്കെ കേൾക്കണം. അതിന് ഒരു സ്മൂത്തായ ഒരു സൊല്യൂഷൻ, ഒരു മിനുസമുള്ള ഒരു പരിഹാരം അത് കണ്ടെത്താൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാകണം. അവിടെയാണ് വിഷയം കിടക്കുന്നത്, അവിടെയാണ് പ്രസിഡന്റ് കഴിവിരിക്കുന്നത്, അവിടെയാണ് പ്രസിഡന്റിന്റെ കഴിവ് കാണിക്കേണ്ടത് അവിടെയാണ്. അല്ലാതെ NSSനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിയാണ്, NSSന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഒരു അപസ്വരങ്ങൾക്കിട നൽകാതെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്.
ഇപ്പുറത്ത് BJPയുടെ ഭാഗത്തും പിഴവുകളുണ്ട്. അപ്പം ഈ 2 പിഴവുകളെ പരിഹരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് BJP ചെയ്യേണ്ടത്. അതിന് മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. ഈ സംസ്ഥാന പ്രസിഡന്റ് അറിയേണ്ട ഒരു കാര്യം, ക്രൈസ്തവ സഭകൾ നമ്മളൊന്നും വില കുറച്ച് കാണുന്നില്ല. അവർക്കെല്ലാം അവരുടേതായ സംഘടനാ ശക്തിയുണ്ട്, അവരുടേതായ 4 മന്ത്രിമാരുണ്ട് അവർക്ക് നിയമസഭയിൽ, പിന്നെ MP-മാരുണ്ട്. അവർക്ക് അവരുടേതായ ബേസ് ഉണ്ട്, അവർക്ക് അവരുടെ ബേസ് ഉണ്ട്. ഇദ്ദേഹം ദയവായിട്ട് BJP ദയവായിട്ട് ഹൈന്ദവ സമൂഹത്തിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. പിന്നെ നിങ്ങൾക്ക് തരാനുള്ള വോട്ടുകൾ അവർ തരികയും ചെയ്യും. അവർക്ക് തരണമെന്ന് തോന്നിയാൽ അതിന് ദൈവം തമ്പുരാനോ ആര് വിചാരിച്ചാലും അവർ തരാതിരിക്കില്ല. തരേണ്ട വോട്ടുകളൊക്കെ തരും. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുക, ഇതൊക്കെ ഒരു സമുദായ വിഷയങ്ങളാണ്. പക്ഷേ ജനകീയ പ്രശ്നങ്ങളിൽ BJP എത്ര ഇടപെടുന്നു എന്നൊരു ചോദ്യം നമുക്ക് കുറെ കൂടെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് അതുമായിട്ട് പിന്നീട് വരാം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാം. അവസാനമായിട്ട് പറയുന്നു, CPM-ഓ CPI-യോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതേപോലെ കാല് പിടിക്കുന്നില്ല. ആരുടെയും മറ്റ് മതസംഘടനകളുടെ കാല് പിടിക്കുന്നില്ല. ഇവിടെ എന്തിനാണ് ഈ കാലുപിടുത്തം നടത്തുന്നത്, ഈ ഇങ്ങനെ തല കുനിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും.